വരുന്നത്. ഞാൻ അമ്മയിലേക്ക് കൂടി വന്നാൽ, അമ്മ ഇതിൽ ഈ അമീറുൽ ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. എന്തായാലും മകൾക്ക് നീതി കിട്ടി എന്ന് തന്നെയാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാമോ എന്നൊരു ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഈ അമീറുൽ ഇസ്ലാമിന് ഈ മകളോട് പ്രത്യേകിച്ച് വിരോധമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അതൊരു കൊലപാതകത്തിലേക്ക് പോകാനുള്ള കാരണമായിരുന്നില്ല. പക്ഷേ എല്ലാ തെളിവുകളും അമീറുൽ ഇസ്ലാമിനെതിരായിരിക്കുന്നു. കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു ആ അർത്ഥത്തിൽ തന്നെ. പക്ഷേ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യത ഇപ്പോഴും അമ്മ കണക്കാക്കുന്നുണ്ടോ? ഇവിടെ നിയമം, പോലീസ് എല്ലാവരും പറയുന്നത് അമീർ ഇസ്ലാം എന്നാണ്. അമീർ ഇസ്ലാമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പുറമേ നിന്നും പലരും പലതരത്തിലും സംസാര വിഷയങ്ങളുണ്ട്. ഇത്രയും ക്രൂരമായിട്ടൊക്കെ ചെയ്തത് ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് എന്നോട് പലവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടരുത്. സത്യസന്ധതയോട് വേണം ആണ് ഈ നിയമം കയ്യിലെടുത്തേക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ജുഡീഷ്യൽ കോടതി സത്യസന്ധതയോടുകൂടിയാണ് ഇത് പറയുന്നതും എന്ന് വിശ്വസിച്ചാണ് ഞാൻ ഇത് വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇത്രയും വർഷമായിട്ട് എന്റെ കൊച്ചിനെ കൊന്നിട്ട് ഇതുവരെ എനിക്ക് നീതി കിട്ടിയില്ല. ഇന്നാണ് എനിക്ക് നീതി കിട്ടിയത്. അമീർ ഇസ്ലാമാണ് കൊന്നിരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് നിയമം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് വിശ്വസിക്കുന്നു. ശരി, അതുകൊണ്ട് ഇന്ന് എന്റെ കൊച്ചിന് നീതി കിട്ടിയെന്നുള്ള, കൊച്ചിന്റെ ആത്മാവിന്, എന്റെ കൊച്ചിനെ കൊന്ന അമീർ ഇസ്ലാമിനെ അവൻ കൊന്നാണ് ഇവിടെ നിയമം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കൊച്ചിനെ കൊന്ന കൊച്ചിന്റെ ആത്മാവിന് സമാധാനം, എനിക്കും സമാധാനം, ഒരാശ്വാസവാക്കായി നിൽക്കുന്നു. സമൂഹത്തിന് മാതൃകയായ വിധി എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇനിയും ഒരു നിരാലംബയായ പെൺകുട്ടിയും ഇങ്ങനെ ക്രൂരമായ രീതിയിൽ ജീവൻ ഒടുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാവരുത്.